ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫാമിലുള്ള കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ്. ഒരുപാട് കാലമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ആണ്. തുടക്കക്കാർക്ക് വളരെ ലളിതമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന വാട്ടർ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളത്. ഏകദേശം ഒരു 10-12 വെറൈറ്റി വാട്ടർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു വേനൽക്കാല സമയത്ത് വാട്ടർ പ്ലാന്റ് തീർച്ചയായും നമ്മളെ ഫിഷ് ടാങ്ക് നിർബന്ധമാണ്. വെള്ളം ചൂടാവുന്നതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് വാട്ടർ പ്ലാന്റിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവിധ കായലുണ്ടായിരിക്കും, എന്നാലും പറയാമെന്നുള്ളൂ. നമ്മൾ വാട്ടർ പോപ്പിയാണത്, അതായത് ഫ്ലവർ ഉണ്ടാവുന്നത്. ഇതാണ് എൻ്റെ ഫ്ലവർ. പിന്നെ ഇലയും നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുള്ളത്. പിന്നെ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ വാട്ടർ പോപ്പി പ്രത്യേകിച്ച് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജ് കേസിൽ ഏകദേശം ഒരു 6 മാസം മുന്നേ സെറ്റാക്കിയ ഫ്രിഡ്ജ് കേസാണത്. ഫുള്ള് നമ്മളെ വാട്ടർ പോപ്പി ഫില്ലായിട്ടുണ്ട്. ചെറിയൊരു തണ്ട് മാത്രമേ നമ്മളിതിൽ കുഴിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ വേരോട് കൂടിയാണ് ഇതുണ്ടാവുന്നത്. വേര്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പോട്ടുണ്ട്. ആ പോട്ടിൽ മണ്ണ് നിറച്ച് അതിലേക്ക് ഇറക്കി കൊടുത്തതാണ് ഈ വാട്ടർ പോപ്പി. പിന്നെ അതിൽ നിന്ന് ഓരോ മുരട് തന്നെ ഇങ്ങനെ ഈ വേര് വരും. വെയിലടിക്കുന്ന ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സീസൺ അല്ല അത്, എല്ലാ സീസണിലും മഴയായാലും വെയിലായാലും തണുപ്പ് കാലമായാലും എല്ലാ സീസണിലും നമ്മളെ ഈ ഒരു വാട്ടർ പോപ്പി ഉണ്ടാവും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വളരെയധികം പ്രത്യേകത. പിന്നെ നമ്മളെ സ്നെയിലൊന്നും ഇതിനെ വല്ലാതെ ആക്രമിക്കില്ല. അതിൻ്റെ തണ്ട് കുറച്ച് കട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ഈ ആശയത്തെ കുറേ സ്നെയിലുകൾക്ക് വാട്ടർ പോയി നശിപ്പിക്കുന്നുള്ളൂ. അതൊന്നും പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. എല്ലാ ക്ലൈമറ്റിലും ഒരു ശത്രുക്കളും ഇല്ലാത്ത ഒരു പ്ലാന്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത് കിട്ടുക. ഇപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് വാട്ടർ പോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ടാങ്ക് അത്യാവശ്യം നല്ല ഭംഗിയും ലുക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഓവറായിട്ട് നമുക്ക് സെറ്റായി വരുമ്പോൾ നമ്മളൊരു ഭാഗം ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഭാഗം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫിഷിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നല്ല ഡയറക്റ്റ് വെള്ളിക്കുന്ന സ്ഥലത്താണ്. വെള്ളം എപ്പോഴും ഏത് സമയത്തും കൂളിംഗ് ഉണ്ടായിരിക്കും ഈ ഒരു വാട്ടർ പോപ്പി സെറ്റാക്കിയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് വാട്ടർ പ്ലാന്റ് നമ്മളെ ഫാമിലുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. തൊട്ടടുത്ത് തന്നെ നമ്മളെ പെന്നി വോർട്ട് അംബർല പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് മണ്ണിൽ കുഴിച്ചിട്ടുന്ന സംഭവം നമ്മുടെ വാട്ടർ പോപ്പിൻ്റെ അതേ തന്നെയാണ്. ഫ്ലവർ ഉണ്ടാവും, പക്ഷേ ഒരു ഭംഗി ഉണ്ടാവില്ല. ഫ്ലവറിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഇലയാണ്. ഇലയ്ക്കാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ തൊട്ട് താഴെ നമ്മളിവിടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഈ ഒരു പ്ലാന്റ് ഇതാണ് സംഭവം. ഈ ഒരു പോട്ടോട് കൂടിയാണ് നമ്മളത്. പോട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ഒരു പ്ലാന്റ് മണ്ണിൻ്റെ അടിയിൽ വേര് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നതാണ്. നമുക്കതൊരു ചെറിയൊരു ബോളിലാക്കിയിട്ട് അക്കൂറത്തേക്കൊക്കെ ഇറക്കി വയ്ക്കാം, വെള്ളത്തേക്ക് ഇറക്കി വയ്ക്കാം. വെള്ളം എപ്പോഴും സമയത്ത് ഉണ്ടായിരിക്കണം. ഇല മുകളിലേക്ക് വരുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും. വെള്ളത്തിൻ്റെ അടിയിലാകുമ്പോൾ കുറച്ച് സ്ലോ ഗ്രോത്താണ്. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇല വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് പിന്നെ റൂട്ടായിട്ടാണ് പോവുക. വള്ളികളായിട്ട് നമ്മൾ കുമ്പളങ്ങ വള്ളി, മത്തൻ വള്ളിമാരി ഇങ്ങനെ സൈഡിക്കായിട്ട് അങ്ങനെ തന്നെ പോവുമായിട്ട്. ഒരു ഫ്രിഡ്ജ് കേസിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. നല്ല അത്യാവശ്യം വെയിലടിക്കുന്ന സ്ഥലത്ത് വേണം അത് ഉണ്ടാവാൻ. ചെറിയ വെയിലടിച്ച ഗ്രോത്ത് കുറയും. അത്യാവശ്യം നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളറിലായിട്ട് ഈ ഒരു വാട്ടർ പോപ്പി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പെന്നി വോർട്ട് അംബർല പ്ലാന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് കാലം മുന്നേ നമ്മളെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും നമ്മളിത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കത് വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. നമുക്ക് വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നാണ് ഈ ഗ്രോത്ത് കിട്ടുന്നതിന്. നമ്മൾ നേരത്തെ പറഞ്ഞത് മണ്ണിൽ കുഴിച്ചിടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ മണ്ണിൽ കുഴിച്ചിടാത്തത് നജാസ് ഗ്രാസ്. ഇതാണ് ആ സംഭവം. ഇത് മണ്ണിലൊന്നും കുഴിച്ചിടണ്ട. നമുക്ക് ബ്രീഡിംഗ് കേജായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പഴയ, നമുക്ക് വളരെ അധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വാട്ടർ പ്ലാന്റാണ്. ചെറിയ നൈസ് ഇലയായിരിക്കും കേട്ടോ. വളരെ പെട്ടെന്നായിരിക്കും ഗ്രോത്ത് കിട്ടുക. ടാങ്കിലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുളിച്ച് നിൽക്കാനും വെള്ളം ഒരു ഗ്രീൻ വാട്ടർ ആവാതെ നിലനിർത്തി കൊണ്ടുപോരുന്ന ഒരു പ്ലാന്റാണ് നജാസ് ഗ്രാസ് എന്ന് പറയുന്നത്. ഗപ്പി ഗ്രാസ് എന്നൊക്കെ അതിൻ്റെ പേരുണ്ട്. ശാസ്ത്രീയ നാമം നമ്മളെ നജാസ് ഗ്രാസ് തന്നെയാണ്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ നല്ല ടാങ്കൊക്കെ നല്ല ലുക്കാണ്. അതിൽ ഫിഷ് പോകുമ്പോഴൊക്കെ അടിപൊളി ലുക്കാണ്. വെള്ളത്തിൻ്റെ ഈ ഫിഷിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത്. റൂട്ടൊന്നും നമുക്കതിൽ വേരുകളൊന്നും കാണാൻ സാധിക്കില്ല. ഏത് ഭാഗവും നമുക്ക് വെറുതെ ജസ്റ്റ് ഇന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് തന്നെ ഗ്രോത്ത് കിട്ടും. ഓവറായിട്ട് വെയിലടിക്കരുത്. ചെറിയ വെയിലടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുക. സ്ലോ ഗ്രോത്ത് എന്നല്ല, വളരെ പെട്ടെന്നായിരിക്കും നമുക്കിത് വളർത്താൻ പറ്റുന്ന. ഇതും നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട ആവശ്യമില്ല. ചെറിയൊരു പൊട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതേ മാതിരി തന്നെ ഒരു പ്ലാന്റും കൂടി നമുക്ക് കാണാം. നമ്മളെ ഫോക്സ് ടെയിൽ പ്ലാന്റ്. ഇതിന് നമുക്ക്
മണ്ണിലൊന്നും കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റാണ്. ഇതൊരു ചെറിയ തണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് കിട്ടുക. പിന്നെ ഗപ്പികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് തന്നെ വേണമെങ്കിൽ നമുക്കത് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് കേസിൽ മൊത്തം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായിട്ട് വെള്ളം മാറ്റി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് എത്രയോ മാസങ്ങളായിട്ടുണ്ടാവും. ഏതോ കാലത്ത് ഒഴിച്ച വെള്ളമാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ഫോക്സ് ടെയിൽ എന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് വെള്ളം ക്ലീനിങ്ങൊക്കെ ഈ ഒരു ഫോക്സ് ടെയിലും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഫിഷിൻ്റെ വേസ്റ്റ് മറ്റുള്ള വേസ്റ്റൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുക്കൻ്റെ വാലിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അതിനാണ് ആ പേര് വരാനുള്ളൊരു കാരണം. ഇതിനെ നമുക്ക് മണ്ണൊന്നും വേണ്ട, ജസ്റ്റ് ഈ ടാങ്കിലിട്ട് കൊടുത്താൽ മതി. ആദ്യം ഒന്ന് ചെറിയ വെയിലടിക്കുന്ന ഭാഗത്ത് കൊണ്ട് പിന്നെ വലിയ അടിച്ചോ വലിയ കുഴപ്പമൊന്നുമില്ല. ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായിക്കോളും. പിന്നെ വെള്ളം നല്ല കൂളിംഗ് ആയിരിക്കും, വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവും. അതൊക്കെയാണ് ഈ ഒരു വാട്ടർ പ്ലാന്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് മണ്ണിൽ കുഴിച്ചിടുന്നതാണ് കബോംബ. കോമൺ ആയിട്ട് എല്ലാവരും കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് കബോംബ പ്ലാന്റ്. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഇലയാണ് ഭംഗി. ഇതിൽ പൂവുണ്ടാവും കേട്ടോ, ചെറിയൊരു പൂവുണ്ടായിരിക്കും, ഒരു ബ്ലൂ കളർ ആയിട്ടുള്ള പൂവ്. അത് എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ, എന്നും കാണാറില്ല. പിന്നെ ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ നല്ലതായിട്ട് ഉണ്ടാവുള്ളൂ. ഒരു പോട്ടിൽ മണ്ണ് കുഴിച്ചിട്ടിട്ട് ഇത് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഇറക്കി പോയിട്ട് അതിന് പിന്നെ വേറെ ഇറങ്ങും. ഇത് വേര് കൂടി ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 1-2 പോട്ട് നമ്മൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഭംഗി മറ്റേ ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നതാണ്. ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ, പക്ഷേ റെഡ് വലിയ ഗ്രോത്ത് നമുക്ക് കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണുന്നത് ഈ ഗ്രീനാണ്. ഇതൊരു മുരട് ഇട്ടിട്ടുള്ള അതിനാണ് ഞാൻ കുറേ മുരട് ഉണ്ടാക്കിയത്. നല്ല നീളത്തിൽ വരുന്നത്, നല്ല ഗ്രീനിഷ് കളറായിട്ട് നല്ല ഭംഗിയാണ്. തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഉണ്ടാവുക അത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്കിത് ഫിഷിൻ്റെ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫിഷിനെ കാണാൻ നല്ല പ്രത്യേക ലുക്കായിരിക്കും, ടാങ്കും നല്ല ലുക്കാവും. പിന്നെ ഇത് നല്ല വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഈ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേര് കബോംബ എന്നാണ് പേര്. ഇതിൻ്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഇതിൻ്റെ റെഡില്ല കേട്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റെഡ് കുറേ കാലം ഉണ്ടായിരുന്നു, പക്ഷേ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് പോയി. അത്യാവശ്യം നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ വേണം, നല്ല ഉണ്ടാവും. ഇത് വലിയ കെയറിങ്ങൊന്നുമില്ല, നമ്മൾ വലിയ ശ്രദ്ധിക്കാനൊന്നും കൊടുക്കാതെ ഉണ്ടായതാണ് ഇത്. അപ്പോൾ വാട്ടർ പ്ലാന്റിൻ്റെ അടുത്ത് പറഞ്ഞു കബോംബ പ്ലാന്റ്. ഇനി അടുത്ത് നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതെന്ന് പറയാം നമ്മളെ വാട്ടർ കേബേജാണ് കേട്ടോ, വാട്ടർ കേബേജ്. അപ്പോൾ ഈ ഒരു വാട്ടർ കേബേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വലിയ സൈസ്, ഇതിലും വലിയ സൈസ് വയ്ക്കും കേട്ടോ. നമ്മളെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് വേരോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ ആഫ്രിക്കൻ പായലിൻ്റെ ആ ഒരു ടൈപ്പാണത്. പക്ഷേ ഇത് കോമണായിട്ട് വലിയ പോണ്ടിലൊന്നും കാണില്ല. നമ്മളിത് വളർത്തുന്ന എടുക്കുന്നവർക്കാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഇതിന്ന് ഓരോ മുരടുന്ന റൂട്ടായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭംഗി ഇലയാണ് ഇതിൻ്റെ ഇതിൽ പോകുന്നുണ്ടാവില്ല, ഇലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വാട്ടർ കേബേജ് എന്നതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് എത്രയോ കാലം മുമ്പ് ഞാനിത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട് പോകണ്ട വെച്ചിട്ട് ആളുകളൊക്കെ എപ്പോഴും ചോദിച്ച് വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ വാട്ടർ കേബേജ് എന്നൊക്കെ പറയുന്നത്. താഴത്തേക്ക് പോയി എൻ്റെ റൂട്ട് ഇതോടെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു റൂട്ട് ഇതോടെ പോയിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതുണ്ടോ ചെറിയത്, ഇതിപ്പോൾ വെള്ളത്തിൽ പുറത്തേക്ക് ഇറങ്ങി റൂട്ടിലേക്ക് ഇറങ്ങിയതാണ്, റൂട്ടായിട്ട് പോയതാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് എൻ്റെ ഗ്രോത്ത് കിട്ടുക. ഒരു ടാങ്ക് ഫില്ലാക്കും, 1 മാസം കൊണ്ടൊക്കെ ഫില്ലാവുന്നത്. നല്ല വെയിൽ അടിക്കുകയാണെങ്കിൽ സെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വാട്ടർ കേബേജ് സൂപ്പറാണത്. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ മത്സ്യങ്ങൾക്കൊക്കെ ഓക്സിജൻ്റെ കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. നമ്മളൊരു ഫാമിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ സൈസുള്ള എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ ഇരട്ടി വലിപ്പമുണ്ടോ അതിൻ്റെ. വലിയ ഫാമിലൊക്കെ നമ്മൾ നാച്ചുറൽ പൗണ്ടിൽ ഇത് ഇട്ട് കഴിഞ്ഞാണല്ലോ ഇതിൻ്റെ ഡബിൾ വലിപ്പമായിരിക്കും നമ്മളെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ലുക്കാണ് കേട്ടോ, അടിപൊളി ലുക്കാണ്. സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല അടിപൊളി വാട്ടർ കേബേജ്. വലിയ സൈസാകുമ്പോൾ ശരിക്കും നല്ല അടിപൊളി സാധനമാണത്. അപ്പോൾ ഇതിൻ്റെ വേര് ഇത് പൊട്ടിയിട്ട് നമ്മൾ പറിച്ചപ്പോൾ പൊട്ടിയതാണ്. വേര് നല്ല ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ്ങിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വേര് അത്യാവശ്യത്തിന് നല്ല സൈസാകുമ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ആ ഒരു ബ്രീഡിങ് കേജൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത വാട്ടർ പ്ലാന്റ് നോക്കാം.
ഡക്ക് വീടിൻ്റെ ടൈപ്പുമായിട്ടുള്ള സംഭവമാണ്. അത് ഫ്ലോട്ടിംഗ് ടൈപ്പായിട്ടുള്ളത്, വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉള്ളത്. മറ്റൊക്കെ വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ടാവും, മുകളിലും ഉണ്ടാവും. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ മാത്രം ഉണ്ടാകുന്ന ഐറ്റമാണ്. ഫ്രോഗ് ബീറ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇത് കുറേ കാലം നമ്മളെ കയ്യിലുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഞാനിത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ വേര് ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് സ്പ്രെഡായി. ഇതിന്ന് റൂട്ട് വന്ന് വളരെ പെട്ടെന്ന് സ്പ്രെഡായി വരും. പിന്നെ ടാങ്ക് നല്ല ലുക്കായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു ടാങ്കിലൊക്കെ. അപ്പോൾ ഈ ടാങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വെള്ളം ക്ലീൻ വാട്ടർ ആയ ടാങ്ക് തന്നെയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളെ ഫ്രോഗ് ബീറ്റ് എന്നാണ് ഈ ഐറ്റത്തിൻ്റെ. ഇതിന് അത്യാവശ്യം നല്ല സൈസ് വയ്ക്കും. നല്ല സൈസ് വെച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. അത്രയും വലിയ സൈസായി വരും. ഇതിപ്പോൾ ചെറിയ സൈസായിട്ടുള്ളൂ. നമുക്കിത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് പിടിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ഈ ഒരു പ്ലാന്റൊക്കെ പറയുന്നത്. ഫ്രോഗ് ബീറ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മെയിൻ പേരെന്ന് പറയുന്നത്. പലയിടത്തും പല പേരുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് കൂടി നോക്കാം. പ്ലാന്റാണ് നമ്മളെ ഡക്ക് വീടിൻ്റെ മീഡിയം സൈസ് ഉള്ളത്. ഇതിൻ്റെ അടിഭാഗം റെഡ് കളറായിരിക്കും ഉണ്ടാവുക, റെഡ് കളറായിട്ട്. ഇത് വളരെ ഗ്രോത്ത്, നല്ല പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ ചെറുത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചെറുത് വളരെ മൈന്യൂട്ടായിരുന്നു ചെറുതുണ്ടായിരുന്നു. അത് ഇതേമായി തന്നെ വളരെ പെട്ടെന്നാണ് സ്ലോക്ക്. ഒരു ചെറിയൊരു ഇതൊന്ന് ഉണ്ടായാൽ മതി, പിന്നെ ആ ഒരു ടാങ്ക് ആ ഒന്ന് നോക്കിക്കോളും. മൊത്തം വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത് കിട്ടുക. നമുക്ക് പ്രതീക്ഷിക്കാതെ വളരെ സ്പീഡിലായിരിക്കും. പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്കിത് ടാങ്ക് ഒരു ദിവസം ഫില്ലായി കഴിഞ്ഞാൽ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടാൽ നമുക്ക് ഫിഷിന് തിന്നാനും കൊടുക്കാം. പിന്നെ വെള്ളം കൂളിംഗ് ആയിട്ടൊക്കെ പറ്റും കേട്ടോ. നല്ല കൂളിംഗ് കിട്ടും. പിന്നെ നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണത് ഉണ്ടാവുക. വെള്ളം ഗ്രീൻ വാട്ടർ ആവില്ല. അങ്ങനെ ഒരുപാട് പിന്നെ ആൽഗകൾ, ആൽഗ നീര് പോലുള്ള ഒരു 4 പോലുള്ള ആൽഗകളുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് പിന്നെ ഒക്കെ ഈ ഒരു ടാങ്ക് ഇത് നോക്കിക്കോളും, ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പെട്ടെന്നൊന്നും സ്നെയിലൊന്നും ആക്രമിക്കാത്ത ഒരു പ്ലാന്റാണത്. അത്രയും ഉണ്ടാവും കേട്ടോ, സ്നെയിൽ കഴിക്കാൻ മാത്രം. അപ്പോൾ അതിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെന്ത് നമ്മൾ റൂട്ടായിട്ട് തന്നെ ഉണ്ടാവുകയാണത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു റെഡ് കളറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മാളായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കടുകണി പോലെ എളുപ്പത്തിലുള്ള ഡക്ക് വീടും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പ്ലാന്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പ്ലാന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടാവുന്നതാണ്. ഇത് നല്ല ഗ്രോത്താണ് കേട്ടോ. ജാവ മോസിൻ്റെ വേറെ ടൈപ്പാണ്, ഫയർ മോസ് എന്ന പേര്. ഇതിൻ്റെ പേര് ഫയർ മോസ് എന്നാണ്. ഇതാണ് ആ സാധനം, ഫയർ മോസ്. ഇത് നല്ല ഗ്രീനിഷ് കളറാണ്. പിന്നെ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വെള്ളം നല്ല പ്യുവർ വാട്ടറായിരിക്കും. പിന്നെ നമുക്കിത് അലങ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അക്വേറിയത്തിൽ ഒരു ചിരട്ട വെച്ച് ആ ചിരട്ടയിൽ അത് വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമുണ്ടാവും. പിന്നെ ആ ചിരട്ട ഫുള്ള് റൗണ്ട് ആകൃതിയിൽ ഒരു മോസ് കാണാം. ഇതിൻ്റെ ജാവ മോസ് വേറെ ഉണ്ട് കേട്ടോ. ഇത് അതിൻ്റെ വേറെ ടൈപ്പാണ് ഫയർ മോസ് എന്ന് പറയുന്നത്. ഫയർ മോസിൻ്റെ ഫയറിൻ്റെ ഒരു തീനാളങ്ങൾ പോകുന്ന രീതിയിലായിരിക്കും ഇത് ഗ്രോത്ത്, വളരെ ഗ്രോത്ത്. ജാവ മോസിനേക്കാൾ ഇരട്ടി ഗ്രോത്താണ് ഇതിന് കിട്ടുക. കിലോ കണക്കിനൊക്കെ ഞാൻ പല ഫാമിലി ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസാണ് ഞാൻ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. 4 പോലെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫയർ മോസാണ് ഇതിൻ്റെ ഇത് ഫീൽ. സാധാ ജാവ മോസ് അല്ല, ഫയർ മോസ് എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. എല്ലാം തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇത് ഒരു കൾച്ചർ നമുക്കിവിടെ ഒക്കെ അവൈലബിൾ ആയിട്ട് കൊടുക്കാണ്ട് കേട്ടോ. ഈ കൾച്ചർ നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇട്ടാൽ മതി, അത്യാവശ്യം ചെറിയൊരു വെയിലടിക്കുന്ന രീതിയിൽ. ഇതൊക്കെ നമ്മൾ ഈ പാട്ടപ്പൈൻ്റെയൊക്കെ ചെറിയ വെയിലടിക്കുന്ന വെയിൽ ആ രീതിയിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് നട്ട് പിടിപ്പിക്കണം. ഓവറായിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ ആൽഗ ഫോം ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ചെറിയ വെയിലടിക്കുന്ന രീതിയിൽ സെറ്റാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഈ ഗ്രീൻ നെറ്റാണ് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെയിലിൻ്റെ ഒരു കാഠിന്യം കുറച്ച് വന്നിട്ട് ശേഷം അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് തന്നെ പറയാം നമ്മളെ ഫാമിലുള്ളത്. ഇതിപ്പോൾ ഒരു 2 വർഷമായി ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫ്രിഡ്ജ് കേസിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് കണ്ടത്. ഈ ഫ്രിഡ്ജ് കേസിൽ മൊത്തം ഇപ്പോൾ നല്ല ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. ഈ ഫ്രിഡ്ജ് കേസിൽ മൊത്തം നമ്മളെ ഈ ഒരു ഇപ്പോൾ ഒരു ഫയർ മോസാണ്. നമ്മളതിൽ ജെമറഡ് ഗപ്പികൾ ഇതിലുണ്ട് കേട്ടോ. ഈ മൊത്തം നല്ല തിക്നെസ് ആയിട്ട് ഇപ്പോൾ ഈ ഫ്രിഡ്ജ് കേസിൽ ഇത് അത്രയും വെള്ളമുണ്ട്. അതിൻ്റെ 3/4 ഭാഗത്തോളം ഈ മോസ് ഉണ്ടായിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ചെറിയ വെയിലടിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഫ്രിഡ്ജ് കേസിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ചതുണ്ടാവും. അങ്ങനെ പറ്റി പിടിച്ച് സൈഡിലേക്ക് കയറി വരുന്നത് കാണാം. അപ്പോൾ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് ഈ ഒരു മോസ്. ഞാൻ അടുത്ത് നോക്കാം. ഇപ്പോൾ അടുത്ത് കൊടുന്നതാണ്, 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. പേൾ വീട്, ഇതാണ് ആ സംഭവം.
ഗ്രൗണ്ട് ഗ്രാസ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അക്വേറിയത്തിൻ്റെ അടിയിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാം. അടിപൊളി ലുക്കായിരിക്കും പിന്നെ സെറ്റാക്കി കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസിനിലാണ് ഇത് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 6 മാസം കൊണ്ടാണ് അതിൽ സ്ലോ ഗ്രോത്താണ് കേട്ടോ. അത് ആദ്യം തന്നെ പറയാം, സ്ലോ ഗ്രോത്തിന് വളരെ പതിയെ ഇത് ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇതിൻ്റെ തണ്ട് പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മളെ സ്നെയിലുകൾ വരുന്നുണ്ട്, അത് കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളെ സ്നെയിലുകൾ പിടിപ്പിച്ചിട്ട് ഒഴിവാക്കാൻ. അപ്പോൾ ആ ഇലയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ സ്നെയിലുകൾ. ഈ സ്നെയിലൊക്കെ ഇത് തിന്നെയാണ്. അപ്പോൾ അതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പഴുത്ത ഇലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. കഴിഞ്ഞ് ഒഴിവാക്കില്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈ ഇല വീണ്ടും ടാങ്കിലിട്ട് കൊടുക്കും. അപ്പോൾ ഒരു വേഗം പറ്റി പിടിച്ചിട്ട് ആ സ്നെയിലൊക്കെ നമുക്ക് വേഗം ഒഴിവാക്കാൻ പറ്റും. ഇത് കുറച്ച് ഒരു പച്ച ഇല കൊണ്ട് ഇതിൽ വന്ന് പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇതേമാതിരത്തെ ഇലയാണെങ്കിൽ ഒരു വേഗം അതിൽ വന്ന് പറ്റി പിടിക്കും. അപ്പോൾ എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത് ഞാൻ സെറ്റപ്പ് ആക്കിയതാണ്. അപ്പോൾ ഈ ഒരു സ്നെയിൽ വന്നുകൊണ്ടാണ് അത് വേഗം നശിച്ച് പോകുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇല്ലെങ്കിൽ ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് നടപടി ആവണ കാസല്ല. പിന്നെ അതിൽ ഈ എഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും പോകില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട്. അപ്പോൾ നല്ല ലുക്കാണ് നമ്മളെ ഈ ഒരു പേൾ വീട് എന്നത് ഈ ഐറ്റത്തിൻ്റെ പേര്. വളരെ ചെറിയ ഇലകളാണ് ഇതിൽ പോകുന്നുണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഇലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറിയ ഇലകളായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതൊക്കെ ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അക്വേറിയത്തിലല്ലെങ്കിലും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയാൽ നല്ല ലുക്കാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് അടുത്തൊരു വാട്ടർ പ്ലാന്റാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത്. ആമ്പലുകളാണ് കേട്ടോ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ കയ്യിലുണ്ടായിരിക്കും ഈ ആമ്പൽ, ബ്ലൂ കളറായിട്ട്. അപ്പോൾ ഇഷ്ടം പോലെ പൂവുണ്ടായിട്ടുണ്ട്. ഒന്ന് തന്നെ ഒരു മുരട് തന്നെ 2 പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലും ഒരു 3-4 പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലുക്കാണ് നമ്മളെ ഈ ഒരു പ്ലാന്റ്, ഈ ആമ്പൽ എന്ന് പറയുന്നത്. ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ആമ്പലിന്. അപ്പോൾ ഈ ആമ്പലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലയിൽ നിന്നാണ് പുതിയൊരു തണ്ട് മുളച്ച് വരിക. ഈ ഇലേൻ്റെ ഒരു മുകുളം കണ്ടോ, ഈ മുകുളത്തു നിന്നാണ് പുതിയൊരു തണ്ട് മുളച്ച് വരിക. ഇല്ല നമ്മൾ ഇതെന്ന് കാണുന്ന ആ ഒരു വിത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇലയിൽ നിന്ന് നമ്മൾ ഈ തണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി ടാങ്കിൽ കിട്ടാൻ, പിന്നെ അതിൽ നിന്ന് ഒരു പുതിയൊരു തണ്ട് വന്ന് നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം. പിന്നെ ഇതിൽ കിഴങ്ങും ഉണ്ടാവും. കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഇലകളിൽ നിന്നാണ്. ഇലകൾ പുറത്തേക്ക് വന്ന ഇലകൾ നമ്മളതിന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വാട്ടറിലേക്ക് മുകളിൽ കമിഴ്ത്തി വയ്ക്കും. പിന്നെ അതിൽ നിന്ന് പുതിയ മുരട് വരും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പുതിയത് ഒക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയത്. ഇപ്പോൾ 2 ബേസിനിൽ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് ഈ ഒരു ആമ്പൽ. ഈ ഒരു ബക്കറ്റിലും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ആമ്പൽ. ചെറിയ ബക്കലടക്കം ഉണ്ടാവും കണ്ടോ. ഇതൊക്കെ നമുക്ക് ബക്കറ്റ് ഒരു സൈസിന്, ഇപ്പോൾ ഒരു ടാങ്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇലയുടെ വലിപ്പമുണ്ടാവും. ഇപ്പോൾ ഈ ചെറിയൊരു ബക്കറ്റ് ആകുമ്പോൾ ഇലയുടെ സൈസും കുറഞ്ഞു. വലിയ പോണ്ടൊക്കെ ആണെങ്കിൽ വലിയ സൈസാവും കേട്ടോ. പൂവിൻ്റെ വലുപ്പവും കൂടും. ഇത് ചെറിയൊരു ഇതുണ്ടോ, ഇത് ചെറുതാണ് വന്നത്. ചെറിയൊരു ബക്കറ്റിൽ അത്രയേ ഉള്ളൂ. ഇലകളൊക്കെ കണ്ടോ. ഇതിപ്പോൾ പുതിയൊരു ഇല അതിൽ നിന്ന് മുളച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ആമ്പലാണ്. നമ്മളെ കയ്യിൽ ഇതിൻ്റെ ട്യൂബറല്ല, ഈ ഇല മുളപ്പിച്ചിട്ട് കൊടുക്കാനുണ്ട്. മുൻകൂട്ടി പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇലയും കട്ട് ചെയ്തിട്ട് വെള്ളത്തേക്ക് കമിഴ്ത്തി വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് പുതിയൊരു മുരട് വരും. അത് 2 ആഴ്ച സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേരോട് കൂടി ഒരു ടാങ്കിലേക്ക് ഇറക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ ഈ ആമ്പൽ വളർത്തുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് നിർബന്ധമാണ്. വെട്ടിത്തിളയ്ക്കുന്ന വെയിലിൻ്റെ അവിടെ ചോടെ ടാങ്ക് വെക്കണം, എന്നാലേ ഈ ആമ്പൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഗ്രോത്ത് ഒട്ടും ഉണ്ടാവില്ല. നല്ല ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെയിലിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. എന്നാൽ ഈ ആമ്പൽ നന്നായിട്ട് ഈ ഒരു ആമ്പൽ ഉണ്ടാവും. ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ പേര് പറയാൻ മറന്നു. പനാമ പസഫിക് എന്നാണ് ഈ ഒരു ആമ്പലിൻ്റെ ശാസ്ത്രീയ നാമം. ഇതൊക്കെ ഈ വളർത്താനുള്ള ഒരു കാരണം നമുക്ക് വളരെ പെട്ടെന്ന് മറ്റുള്ള ആമ്പലിനേക്കാളും വളരെ പെട്ടെന്നാണ് ഈ ഒരു ആമ്പൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും ഇതും സീസണിലല്ല, ഏത് സമയത്തും ഇതിൽ പൂവുണ്ടാവും. അപ്പോൾ നല്ല നടുവേലക്കാണെങ്കിൽ ഇതേമാതിരി നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ഒരുപാട് ഇതേമാതിരി ഇപ്പോൾ 2 പൂ ഒരുമിച്ചൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ വീണ്ടും 2 പൂ ഉണ്ടായിരുന്നു, ഇന്നലെ ഒന്ന് വാടിപ്പോയി. ഇത് രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം വരെ ഇത് കാണും. അതാണ് ഈ ഒരു ആമ്പലിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഭംഗി, നല്ല ലുക്കാണ്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ല്. അതിൽ നമ്മൾ തേൻ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇനി വേറെ ആമ്പലുണ്ട്, അത് നോക്കാം. ഇതൊരു ആമ്പലാണ് നൈറ്റ് ബ്ലൂമർ. അപ്പോൾ
ഇത് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മുമ്പ് എടുത്തതാണ്, 2 ദിവസം മുന്നേ എടുത്തതാണ്. രാത്രിയാണ് ഇത് വിരിയുക. നൈറ്റ് പോകുമ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, രാത്രി 10 മണിയൊക്കെ വിരിയും. പിറ്റേ ദിവസം രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ അത് കൂമ്പും. ഇപ്പോൾ നമ്മളിത് ഉച്ച നേരത്താണ് എടുക്കുന്നത്. അപ്പോൾ ഉച്ച നേരം ആകുമ്പോൾ ഇത് കൂമ്പിയതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ എടുത്തതാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത ഭംഗി, ഫ്ലവർ നല്ല റെഡ് കളറായിട്ട് വരുന്നത്. പിന്നെ വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാവുക കേട്ടോ. പിന്നെ നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂവുണ്ടാവും. ഇല വലിയ സൈസായിരിക്കും ഇതിലില. ഇതിന് കിഴങ്ങാണ് ഉണ്ടാവുക, ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാവും. ഒരു പൂവുണ്ടായി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ കിഴങ്ങുകൾ പൊന്തി വരും. നമുക്ക് ആ കിഴങ്ങ് വേറെ കുഴിച്ചിട്ടുണ്ടാക്കാം. ഇത് എത്ര ഒഴിവാക്കിയാലും പൂവില്ല, നല്ല ഗ്രോത്താണത്, അത്രയും ഭംഗിയുണ്ട് നല്ലത്. അവർ പ്രത്യേകത എന്ന് പറയുന്നത് പകൽ നമുക്കിത് ഫുള്ള് കാണാൻ സാധിക്കില്ല. ഒരു 10 മണി വരെ കഴിഞ്ഞ് നമുക്കൊരു ഫ്ലവർ കാണാൻ സാധിക്കുള്ളൂ. 10 മണിക്ക് ശേഷം ഇതേമാതിരി നേരത്തെ കാണിച്ച ഒരു കൂമ്പി നിൽക്കും. അപ്പോൾ അതാണ് ആ പേര് വരാൻ തന്നെ ഒരു കാരണം. ഇത് ഇതിൻ്റെ അടുത്ത് ഞാൻ വളർത്താനുള്ള കാരണം വളരെ പെട്ടെന്ന് ഈസിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ, വലിയ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട. ചെറിയൊരു കിഴങ്ങിൽ കൊണ്ടിട്ട് ഞാൻ പിന്നെ കിഴങ്ങ് തന്നെ മുരട് പിടിച്ച് വലുതായി വരും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ, ഈ ഒരു ആമ്പലിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, വീട് നമ്മുടെ ഇവിടെ അക്വേറിയത്തിൽ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അക്വേറിയത്തിൽ ഇത് ഫുള്ള് ഫില്ല് ചെറിയൊരു മുരടിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതിൽ ഇലകളും കാര്യങ്ങളൊക്കെ വീഴാതെ നോക്കുക. അപ്പോൾ ഒക്കെ ഇതിലിപ്പോൾ സ്നെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഗ്രോത്ത് പിടിച്ച് വന്നിട്ടുണ്ട്, നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോളിൽ, അക്വേറിയം ബോളിൽ ഇത് സെറ്റപ്പ് ആക്കിയതിൻ്റെ അതിൽ നിന്ന് വളരെ നല്ല ഭംഗിയായിരുന്നു ആ സംഭവം. അപ്പോൾ അതേ കാര്യം നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റുന്നതാണ് സംഭവമാണ് ഈ പേൾ വീട് എന്ന് പറയുന്നത്. ആമ്പലുണ്ട് കേട്ടോ, പക്ഷേ ഈ ആമ്പലിൻ്റെ അടുത്ത് ഒരു പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. ഒരുപാടായി 2-3 വർഷമായി ഈ ആമ്പൽ ഇങ്ങനെ തന്നെ ഇല മാത്രം ഉണ്ടാവണം, ഫ്ലവർ മാത്രം ഉണ്ടാവണില്ല. അതുകൊണ്ട് ഞാനത് പറയണമെന്നില്ല. അപ്പോൾ അത് അറിയാവുന്നവരിത് ചോദിക്കുന്നത് ഇങ്ങനെ ഫ്ലവർ ഇടാൻ ഇപ്പോൾ എന്താ മാർഗം എന്ന് പറയുക. ഇതാണ് അതിൻ്റെ ഇല നോക്കി, ചിലർക്ക് ഇല നോക്കി അതിൻ്റെ ആമ്പലിൻ്റെ ഏതാണ് ഐറ്റം എന്നറിയാം. ഇത് കുറേ മുമ്പ് കുറച്ചിട്ട് എൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത്. താമരകൾ ഉണ്ടായിരുന്നു. താമരയൊക്കെ അപ്പോൾ ഒഴിവാക്കി ഞാൻ ഫുൾ ആമ്പലായി. താമര കുറച്ച് കെയറിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് താമര ഞാൻ ഇവിടുത്തെ ഒഴിവാക്കി. ഇപ്പോൾ താമര ഉണ്ട് ഇവിടെ, അതായത് താമര എനിക്ക് ഓർമ്മയില്ല. ബാക്കി ഫുൾ എല്ലാത്തിലും നമ്മൾ ആമ്പൽ സെറ്റപ്പാക്കി. കാരണം നല്ല ഏത് സമയത്തും പൂവുണ്ടാവും. ആമ്പലൊക്കെ എപ്പോഴെങ്കിലും പൂവുണ്ടാവും. ആമ്പലാണെങ്കിൽ ഇതൊക്കെ ഡെയിലി പൂവ് തരുന്ന ഒരു ഐറ്റമാണ്. 360 ദിവസത്തിൽ ഒരു 360 ദിവസം, 5 ദിവസം ചിലപ്പോൾ വേണമെങ്കിൽ പോവുക, 60 ദിവസം നമുക്ക് ഇതിന് ഒരു പനാമ പസഫിക് എന്ന് പറഞ്ഞ ഈ ആമ്പലിന് പൂവ് എനിക്ക് തരുന്നുണ്ട്. വളരെ ഗ്രോത്തും നല്ല കിട്ടും. നമുക്ക് ഇതിലൊക്കെ ഫുള്ള് നിറച്ചും നമ്മളെ ഗപ്പികളാണ്, ഫുള്ള് ഇതിൽ നിറച്ചും ഗപ്പികൾ. എത്ര ഭയം ഗപ്പികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ വാട്ടർ പ്ലാന്റുള്ള ഫാമിലെ? അപ്പോൾ എല്ലാ ടാങ്കിലും ഒരു 90% ടാങ്കിലും നമ്മൾ വാട്ടർ പ്ലാന്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബ്രീഡിംഗ് കേജ് 1 ദിവസത്തിനൊക്കെ വാട്ടർ പ്ലാന്റ് നോക്കിക്കോളും. നമ്മളെ വാട്ടർ ക്ലീനിങ് ഒക്കെ ഒരുപാട് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. വാട്ടർ ക്ലീനിങ് അങ്ങനെ പെട്ടെന്നൊന്നും ആവശ്യമില്ല. വാട്ടർ പ്ലാന്റ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ടാങ്ക് ആ വാട്ടർ പ്ലാന്റ് നോക്കിക്കോളും. അപ്പോൾ ഏകദേശം 10-12 വെറൈറ്റി നമ്മൾ നോക്കിയില്ലേ. അപ്പോൾ അന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബൈ.